ഹായ് ഫ്രണ്ട്സ്, നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കപ്പോൾ ഫിഷിങ്ങിനൊന്നും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളെ റീലൊന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് ഓർത്ത് ഇതേ ഈ റീല് നമുക്ക് സർവീസ് ചെയ്ത് നമുക്കത് ക്ലിയറാക്കി അവനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ക്ലിയറായിട്ട് സ്വന്തമായിട്ട് റീല് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അഴിച്ച് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് അഴിക്കുന്നത്, അതിൻ്റെ ഓരോ പോർഷനും നല്ല ക്ലിയറായിട്ട് സെറ്റാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ റീലിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാ പോർഷനും അഴിച്ച് ക്ലിയറാക്കി നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോവാം. ഈ റീല് ഞാൻ വേറെ ഒരു റീൽ ഉപയോഗിക്കുന്നതാണ്. ഇത് ഞാൻ നേരത്തെ സർവീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നേരത്തെ. അപ്പോൾ അത് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്ത്, എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റീല് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇടുവാണെങ്കിൽ അത് നിങ്ങൾക്കാരും കൂടെ ഉപകാരപ്പെടുമല്ലോ എന്നോർത്താണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ഓക്കെ, നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. ബായ്. കാണിച്ചു തന്നല്ലോ നേരത്തെ. ഉണ്ടോ, അഴിച്ചെടുക്കാൻ സുഖമാണ്. ഇതുപോലെ ഇതിൻ്റെ പുറകിലൊരു സ്പ്ലിറ്ററിങ് ഇട്ട് കഴിഞ്ഞാൽ അഴിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇത് കെട്ടുന്നതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് ഈ റീൽ അഴിച്ച് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഈ റീലിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തേക്ക് ഇങ്ങനെ ഒന്ന് തിരിക്കുക. ഉണ്ടോ, ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയ്താൽ പിരിയല്ല, ഇത് ത്രെഡാണ്. അല്ല, ഇതൊരു ഒരു ലോക്ക് പോലെ ഇങ്ങനെ. അതെല്ലാം ചെളിയാണ് കണ്ടായിരിക്കും. ഇത് കണ്ടോ ഈ ലോക്ക്. കണ്ടോ, ഇതാ ലോക്ക്. ഇങ്ങോട്ട് കയറ്റി ഇടുക. ഇത് കണ്ടോ ഈ വെട്ടുപാട് കണ്ടോ. ഇങ്ങനെ കയറ്റി ഇടുക, ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുക. തിരിച്ച് കഴിയുമ്പോൾ ലോക്കായി. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ബായ്ക്ക് അഴിക്കണം പുറകെ. അതും ഇതുപോലെ തന്നെ വെട്ടാം. ഇടത്തോട്ട് ജസ്റ്റ് ഇടത്തോട്ടൊന്ന് തിരിക്കുക. അയ്യോ, ഇത് ഇടത്തേക്ക് ഇങ്ങനെ തിരിക്കുക. ഉണ്ടോ, ഓക്കെ. ഉണ്ടോ, അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഇനി ഓരോ പാർട്സായിട്ട് അഴിച്ചെടുക്കണം. താഴെ പോരുതേ. ഇവിടുന്ന് ചെറിയ സ്ക്രൂ ഡ്രൈവർ മതി കേട്ടോ, സ്റ്റാറിൻ്റെ. ഇത് കണ്ടോ, അത് പിടിക്കുക. വലുതെടുക്കാം. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ മേലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിങ്ങനെ എടുത്ത് വെക്കുക. മൊബൈലിനകത്തൊരു ഫോട്ടോ എടുക്കുക.
ഓക്കെ. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് നമുക്കറിയാം തിരിച്ച് ഇതെങ്ങനെയൊക്കെയാണ് എഴുതിയിരുന്നത്, ഏത് സൈഡിലാണ് എഴുതിയിരുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി, നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ റീല് ഇതിനു മുമ്പൊക്കെ അയച്ചിട്ടുണ്ട്. വേണ്ട, ഇതാ ബെയറിങ് ലോക്കാക്കി വെക്കുന്ന ഒരു ക്ലിപ്പാണ്. വേണ്ട. ഓക്കെ. രണ്ടാമത് ഇപ്പുറത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. വേണ്ട, ഇതും കൂടെ നമുക്ക് അഴിച്ചെടുക്കാം. ഇതിനകത്ത് ഇച്ചിരി ഗ്രീസൊക്കെ ഇട്ട് കൊടുക്കാൻ നമ്മളിത് ഇതിൻ്റെ ബ്രൈഡൊന്നും ഒഴിച്ചു മാറ്റണമെന്നില്ല കേട്ടോ. പിന്നെ തടസ്സം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളത് അഴിച്ചു മാറ്റിക്കൂ. ഉണ്ടോ? ഇതെങ്ങനെ വേണ്ട ഇടാം കേട്ടോ, തിരിച്ചോ മറിച്ചോ ഇങ്ങനെ തന്നെ ചെല്ലണം എന്നുള്ളൂ. ഇതാണ് ഈ ബെയറിങ്. ഉണ്ട്, ഇതുണ്ടോ, 2 ബെയറിങ്. ഇനി നമുക്ക് ഇവനെ ഈ സാധനത്തിൽ ഇരുത്തെ പിടിച്ച് നേരെ ഇതിനെ കുത്തിയാലിങ്ങനെ പൊങ്ങിപ്പോരും. അതിന് മുമ്പ് ഇതഴിക്കണം, ഇതിൻ്റെ ഹാൻഡിൽ കേട്ടോ. ഹാൻഡിലഴിച്ചാലേ ഉള്ളൂ ആ സാധനം പോരുകയുള്ളൂ. ഓക്കെ. ഇതിങ്ങനെ ഊരിയെടുക്കാം. ഉണ്ടോ? ഇനി ഇതിങ്ങനെ പിടിച്ച് പൊക്കിയാൽ ഉണ്ടോ, പൊങ്ങിപ്പോരും. ഇവിടെ ഇരിക്കട്ടെ. ഉണ്ടോ, ഇതാണ് 2 ബെയറിങ്. ഉണ്ടോ? ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് ഒരുപാട് അടുക്കുകയില്ല, ഇവിടം വരെ വരുള്ളൂ. ഉണ്ടോ? ഇങ്ങനെ ലോക്ക ഇവിടെ ഉണ്ട്, ഒരു വെട്ടുപാട് പോലെയാണ്. ഇവിടെ വന്ന് ഇതുപോലെ ചെയ്തു. ഉണ്ടോ? ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിനകത്തൊക്കെ ഒത്തിരി ചെളിയായിരിക്കുന്നത്. ഇതിൻ്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ്. ബ്രൈഡൂരി മാറ്റാമായിരുന്നു. ഈ സാധനം നമുക്ക് അഴിച്ചെടുക്കണം. ഇത് അഴിക്കണമെങ്കിൽ ഈ സ്പൂള് നമ്മൾ ഊരണം. അപ്പം അതിന് വേണ്ടിയത് നമുക്കൊരു പ്ലെയർ വേണം. ഈ പ്ലെയർ ഇട്ട് ഇതുണ്ട്, ഇതിനൊരു ചതുരത്തിലുള്ള ഒരു വശമുണ്ട്. ഇതുണ്ടോ, ഈ വശം ചതുരത്തിലായിരിക്കുന്നത്. ആ ചതുരത്തിലുള്ള വശത്ത് പ്ലെയർ ഇടുക, പിടിക്കുക. ആ സ്പ്രിങ്ങെ പിടിക്കരുത് കേട്ടോ. അത്ര ബലമായിട്ട് പിടിച്ചിട്ട് ഈ സ്പൂള് ഇടത്തോട്ട് തിരിക്കുക. ഉണ്ടോ? ഊരിങ്ങ പോരും. ഉണ്ടോ? ഈ സാധനമാണ് കറങ്ങുമ്പോൾ ഇതിൻ്റെ ഈ പോർഷൻ വന്ന് ഇവിടുത്തെ ടച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങും. ഉണ്ടോ? ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഇത് കറങ്ങി ഈ നൂല് വന്ന് ഇവിടുത്തെ ഒന്ന് ഉടക്കി വെച്ചാണ് ഇതിനകത്തോട്ട് ചുറ്റി വരുന്നത്. ഓക്കെ, ഇത് കണ്ടല്ലോ, ഇതൊരു സ്പ്രിങ്ങും ഒക്കെ ആയിട്ടായിരിക്കുന്നത്. ഇതൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല, അതിനകത്ത് വലിയ ചെളിയൊന്നും കാണുന്നില്ല. തുടച്ചൊന്ന് ക്ലീൻ ചെയ്യാം. ഇച്ചിരി ഗ്രീസ് വേറെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇതൊക്കെ ഊരിയെടുക്കാം കേട്ടോ, ഞാൻ കാണിക്കാം. ഇതിങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്യുക അകത്തോട്ട്. ഉണ്ടോ? പെട്ടി ഇങ്ങനെ പോകുന്നു. ഉണ്ടോ? പൊക്കിയാൽ മതി.
സ്പ്രിങ്. പ്രസാദം നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാം. അഴിച്ച് സ്ഥിതിക്ക് ഇനിയാണ് ഇതിനകത്ത് ഒരു മെയിൻ ഭാഗം ഇതാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഴിക്കുമ്പോൾ. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഇത് കണ്ടോ, ഇത് തിരിക്കുമ്പം വലത്തോട്ട് മാത്രമേ ഇത് തിരിയുന്നുള്ളൂ, ഇടത്തോട്ട് ഇത് തിരിയുകയില്ല. ഉണ്ടോ, സ്റ്റക്കായിട്ട് നിൽക്കുക, തിരിയുന്നില്ല. സാധനം കറങ്ങുന്ന കാണാമോ നിങ്ങൾക്ക്? ഉണ്ടോ, ഇതിൻ്റെ അകത്തെ സാധനം കറങ്ങുന്നുണ്ടോ? ഉണ്ടോ, ഇത് ഞാൻ വലത്തോട്ട് തിരിക്കുമ്പോൾ മാത്രമേ ഇത് കറങ്ങുകയുള്ളൂ. ഇത്രയും സ്മൂത്തായിട്ട് പതിയെ തിരിച്ച് ഇടത്തോട്ട് ഞാൻ തിരിച്ചിട്ട് കണ്ടോ, അനങ്ങുന്നില്ല സാധനം. കണ്ടോ, ഗോൾഡ് കളറിൽ ഇരിക്കുന്ന സാധനം അനങ്ങാതിരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് തിരിക്കുമ്പോൾ കറങ്ങുന്നുണ്ട്. തിരിച്ച് ഓപ്പോസിറ്റ് തിരിച്ചാൽ, ഇടത്തോട്ട് തിരിച്ചാൽ, ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ ഇത് കറങ്ങുകയില്ല. അപ്പോൾ ഇങ്ങനെ മാത്രമേ കറങ്ങുകയുള്ളൂ. ഇനി ഇതിങ്ങോട്ട് തിരിഞ്ഞ് കറങ്ങുന്ന ഞാൻ കാണിച്ചു തരാം, കറങ്ങുന്നത് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഊരിയെടുക്കാം കേട്ടോ. ഈ സ്പൂൾ ഊരിയുണ്ട്, സ്പൂൾ ഈ സ്പ്രിങ്ങാല വിത്താലായിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാം. ഉണ്ടോ, ഊരി എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്തൊരു ബെയറിങ്, ഇത് കണ്ടോ, ബെയറിങ് താഴെ പോയി, ബെയറിങ് താഴെ പോയി കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ കയറ്റിയിടാം, ഇവിടം വരെയും വന്ന് കിടക്കും. ഉണ്ടോ, ഉണ്ടോ ബെയറിങ് കിടക്കുന്നേ. ഓക്കെ, ഇപ്പം ഇത്രയും ഭാഗം നമ്മൾ അഴിച്ച് ഈ സാധനമൊക്കെ ഇതിനകത്തുള്ളൂ. ഇനി ഒരൊറ്റ ഐറ്റം കൂടെ ഉള്ളൂ. ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ. നമ്മളിപ്പോൾ ഇത്ര അഴിച്ചതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് തോന്നി ഇതൊക്കെ ഭയങ്കര സംഭവമായിരിക്കും, ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളായിരിക്കും. പക്ഷെ അതല്ല, ഇതിനകത്ത് ഏറ്റവും സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി വരുന്നതാണ്. ഇവിടെയാണ് കളി മാറുന്നത്. ഇതിനകത്തൊരു സാധനം ഇരിക്കുന്നതുണ്ട്, ഒരു റൗണ്ടിൽ, അതൊരു ബുഷാണ്. അത് ഞാൻ എടുത്തിട്ട് കാണിക്കാം. ആ ബുഷ് ഒരു പ്രത്യേകതയുണ്ട്. അവനെ എടുക്കണമെങ്കിൽ നമ്മൾ ഈ തുളാക്കൂടെ അകത്തേക്ക് സ്ക്രൂ ഡ്രൈവറോ എല്ലാം കിടത്തിയിട്ട് നമുക്കിതിലെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം അവൻ്റെ എൻഡ്. ചുമ്മാ ഇങ്ങനെ ഇതിന് കുത്തി നമ്മൾ താഴോട്ടിട്ട് കഴിഞ്ഞാൽ ഈ സാധനം എങ്ങനെയാണ് ഇരുന്നെന്ന് നമുക്കറിയാൻ പറ്റിയില്ല. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഇതിലെ കൂടെ അങ്ങ് ഇട്ട് ഇങ്ങനെ അങ്ങ് കുത്തി കഴിയുമ്പോൾ ഇവൻ പൊത്തടിയും താഴോട്ട് വീഴും. നിലത്ത് വീണ് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല ഈ സാധനം ഏത് പൊസിഷനിലാണ് ഇതിനകത്ത് ഇരുന്നെന്നറിയത്തില്ല. അപ്പോൾ അവനെ അത് ഇരുന്ന പൊസിഷനിൽ തന്നെ വെളിയിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഇത് ഇങ്ങനെ ഇവിടെ ഒന്ന് അടച്ചു പിടിക്കും, അവൻ താഴോട്ട് വീഴാതെ. എന്നിട്ട് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കുത്തിക്കഴിഞ്ഞപ്പം ഈ സാധനം വന്നു, അപ്പുറത്ത് വന്നു. എന്നിട്ടേ ഇതുണ്ടോ, പതിയെ നമ്മുടെ കയ്യിലോട്ട് ഇറക്കുക. ഉണ്ടോ, അപ്പം ഇവന് ഇരുന്ന പൊസിഷൻ ഏതാണെന്ന് അറിയണമെങ്കിൽ ഇതുണ്ടോ, ഇതിന് രണ്ട് വശമുണ്ട്. ഒരു സൈഡിലൊരു കളറായിട്ട് വരുന്നുണ്ട്, ഇതുണ്ടോ, ഒരു സൈഡിൽ മെറ്റല. ഓക്കെ, ഉണ്ടോ, ഈ ഒരു സൈഡിലൊരു വാഷർ പോലെ വരുന്നുണ്ട്. ഈ പൊസിഷനിലാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. സംഭവം എങ്ങനെ ഇറക്കി വെക്കുന്നത്. ഇത് തിരിച്ചിട്ടാൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങും, തിരിച്ച് കറങ്ങും ഈ സാധനം. ഞാൻ മുമ്പേ കാണിച്ചില്ല, ഇത് ഒരു റൈറ്റിലേക്ക് മാത്രമേ ഇത് കറങ്ങുന്നുള്ളൂ. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റിലേക്ക് കറങ്ങും. പക്ഷേ അത് നമ്മുടെ ഈ റീലിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊക്കെ ഈ ലെവലിൽ തന്നെ കിടക്കുന്നത്. ഇത് തിരിച്ചിട്ടേച്ചും കാണിക്കും.
മറ്റേ റീലിനൊക്കെ അങ്ങനെയായിരുന്നു, ഇതിനെങ്ങനെയാണ് ഓക്കെ. ഇത് കണ്ടോ, ഇപ്പോൾ റൈറ്റിലേക്ക് ഇത് കറങ്ങുന്നില്ല. സംഗതി എല്ലാം സീറ്റിങ് തന്നെയാണ്, ഒരുപോലെ തന്നെയാണ്. ഇതിപ്പോൾ റൈറ്റിലേക്ക് കറങ്ങുന്നില്ല, ഇത് നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് മാത്രമേ ഇത് കറങ്ങുന്നുള്ളൂ. ഓക്കെ, കാണാവോ? ഉണ്ടോ? ഞാൻ തിരിച്ചിട്ട് ഒന്നുകൂടെ കാണിക്കും. ഇതിപ്പോൾ ലെഫ്റ്റിലേക്ക് കറങ്ങുന്നില്ല, ഇപ്പോൾ റൈറ്റിലേക്ക് മാത്രമേ കറങ്ങുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രവർത്തനം. ഈ സൈഡിലേക്ക് കറങ്ങിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ സാധനമല്ല ഇതിനകത്ത് ക്ലിയർ ആയിട്ട് വർക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇത് നമ്മൾ സ്പൂള് കറക്കുമ്പോൾ ലോഡ് പിടിക്കും. ലോഡ് പിടിച്ചു കഴിഞ്ഞാൽ ഈ മെഷീൻ്റെ ഈ നാക്കെല്ലാം ഈ പല്ലെല്ലാം തേഞ്ഞു പോകും. സംഗതി അങ്ങനെയാണ് ഇതിന് കംപ്ലൈൻറ്റ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇത് അഴിച്ചിട്ടിടുന്നത് കറക്റ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഇട്ടില്ലെങ്കിൽ ഈ റീല് പോയി. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കയ്യിൽ നിന്ന് താഴെ പോയിട്ടുണ്ടെങ്കിലും നമുക്കിതിൻ്റെ ഏത് സൈഡാണ് ഇതിനകത്ത് വരേണ്ടതെന്നുള്ളത് പരീക്ഷിച്ച് നോക്കാൻ ഇതാ മാർഗം. ഇങ്ങനെ അകത്തേക്ക് ഇടുക, വലത്തോട്ട് കറക്കി നോക്കുക. വലത്തോട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇടത്തേക്കാണ് കറങ്ങുന്നതെങ്കിൽ അത് മനസ്സിലാക്കുക, ഇത് ഓപ്പോസിറ്റ് സൈഡാണ് കിടക്കുന്നത്. അപ്പോൾ ഇവനെ ഊരിയെടുത്തിട്ട് തിരിച്ചിടുക. ഓക്കെ. നമ്മളിപ്പോൾ ഇതിങ്ങനെ മാറ്റിയൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഇടാൻ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ഓർക്കുകയില്ല, മറന്നുപോയി സൈഡാണ് ഇതിനകത്ത് വന്നെന്നുള്ളത്. അപ്പം നമ്മളത് വീണ്ടും സെറ്റ് ചെയ്യുക. തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ വർക്കിംഗ് ആയിരിക്കും. ഇതിനകത്തിന് വേറൊന്നുമില്ല, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ അടപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമുക്കിത് മൊത്തം ഒന്നേ ക്ലീൻ ചെയ്യും. ഞാൻ വണ്ടിക്കകത്ത് ഒഴിക്കാൻ മേടിച്ച് വെച്ച പെട്രോളാണ്, ശകലം ഒന്ന് നനച്ച് കൊടുത്തേ. തീയും പോയായിട്ടുണ്ടെങ്കിൽ വന്നേക്കരുത് കേട്ടോ, മൊത്തം പോഞ്ഞു പോവും. അല്ല, വൈജുവിനാണ് വിളിച്ചത്. ഇത് മൊത്തം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്താ ഗ്രീസ് ഇനി ഇവനെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് ബെയറിങ്ങൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്
ശകലം ഗ്രീസ് കൊടുക്കാം. എല്ലാം ഉണ്ടാക്കി ശരിയാവും. വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട വരുമോ? ഓക്കെ, റൈറ്റിലേക്കാണ് ഇറങ്ങുന്നത്. കണ്ടോ, കറക്റ്റായിട്ടാണ് ഇത് വീണിരിക്കുന്നത്. ഇനി ഇവിടുത്തേതൊക്കെ ഇച്ചിരി ഗ്രീസ് അങ്ങോട്ട് കൊടുക്കും. ഒരു റീലുണ്ടാക്കി ആദ്യം ഇതിനകത്ത് ഈ സാധനം ആ ബുഷിട്ടില്ലേ, അതിട്ട് തിരിഞ്ഞു പോയി. നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ ബെയറിങ് ഉണ്ടോ? ഈ ബെയറിങ്ങിനകത്തൊക്കെ നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. നീ എവിടെ പോവാ? ഇന്നലെ പോയില്ല, നാടകത്തിന് പോവാന്ന് പറഞ്ഞിട്ട്. അവനല്ലേ ഒരു ആർമിക്കാരനല്ലേ, അവനൊരു കൊച്ചിനെ ആയിട്ട് വീട്ടിൽ വന്നായിരുന്നു അവരുടെ അമ്മയുടെ. അപ്പം ഇവൻ ചെന്ന് കഴിഞ്ഞപ്പോ മതി ആടി ഇവന്റെ വണ്ടിയിൽ കയറി അതിനായിട്ട് വന്നപ്പോ തിരിച്ചു കൊണ്ടാക്കാതെ അത് ഭയങ്കര ബഹളം. വൈദ്യുവിനെ അയച്ചു കൊടുത്ത് വിളിച്ചില്ലേ? വൈദ്യുവിനെ അയച്ചു കൊടുത്ത് പുള്ളി വണ്ടി ഓടിക്കാതെ കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. വൈകുന്നേരത്തിനപ്പുറം ഇവിടെ വിളിച്ച് വിളിക്കാം. നീ ഇന്ന് പോവോ? നാളെ ഇന്ന് പോവോ? വൈകുന്നേരം 7 മണിയാകുമ്പോ. അതിന് മുമ്പ് അവനെ വിളിച്ച് വരുത്തു കേട്ടോ. എഗ്രിമെന്റ് എഴുതി കാര്യങ്ങൾക്ക് തീരുമാനമാക്കിയിട്ട് നിനക്കതിന് ഉത്തരവാദിത്വം. അപ്പം അങ്ങനെ ഗൈസ് നമ്മൾ ഇതിന് ഗ്രീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് തുടച്ചെടുക്കത്തൊന്നും ഞാൻ കാണിച്ചില്ല, അത്യാവശ്യമൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. എന്താ കാണാമോ? കറക്കി നോക്കുക, കറങ്ങുന്നുണ്ടോ? ഓക്കെ, സ്പ്രിങ്ങൊക്കെ വേണേൽ അഴിക്കാം കേട്ടോ നമുക്ക്. ഞാനതൊന്നും ഇപ്പം കാണിക്കുന്നില്ല. സ്പ്രിങ് ഒന്ന് അഴിക്കുന്ന അത്ര സ്പ്രിങ് ഇങ്ങനെ അങ്ങോട്ട് ഞെക്കി വെച്ചിങ്ങനെ കറക്കിയാൽ മതി. ഇങ്ങനെ അങ്ങോട്ട് ഞെക്കി പിടിക്കണം. അപ്പം ഇങ്ങനെ ഒന്ന് കറക്കി വെച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഉരിഞ്ഞ് പോരും. ഇതൊരു ലോക്കാണ്, അവിടെ ഒരു വെട്ട, ആ വെട്ടിനകത്ത് കൂടെ ഉരിഞ്ഞ് പോരും. ഗ്രീസ് നല്ലപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു കുറവും വിചാരിക്കരുത്. നല്ലപോലെ കയറിക്കോട്ടെ, കറങ്ങി. എത്രയും സ്മൂത്തായിട്ട് കറങ്ങാമോ അത്രയും സ്മൂത്തായിട്ട് അവൻ കറങ്ങണം. എഞ്ചിന് വരെ ഇരിപ്പുണ്ട്. ഇത് കണ്ടായിരിക്കുന്നത് എന്താ, ഇതും വേണം ഒഴിച്ചു കൊടുക്കാം. ഓയിലൊഴിച്ചാൽ പെട്ടെന്ന് ഇതാവും. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഓയിൽ വലിഞ്ഞു പോകും. ഇത് നല്ല ഗ്രീസ് തന്നെ കേട്ടോ. ഗ്രീസിട്ട ആദ്യത്തെ കുറച്ച് ദിവസത്തേന് ഒരു കറക്കത്തിനൊക്കെ ഒരിച്ചിരി ഇത് ഒരു തിക്നെസ് പോലെ വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല, കംപ്ലൈൻ്റ് ഒന്നും വരികയില്ല. എൻ്റെ ഗ്രീസ് എങ്ങനെ വാ. ഇട്ടപോലെ തന്നെ നമ്മൾ അടയ്ക്കണം കേട്ടോ. എല്ലാം ശ്രദ്ധിച്ചോണേ.
അധികം ഉള്ളത് ഇങ്ങനത്തെ ഇതേ സൈഡിലത്തെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതെടുത്ത് വെച്ച് ആ ബെയറിങ്ങിൻ്റെ നേരെ മേളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. വേണ്ട ഉണ്ടായിരിക്കുന്നത് എന്താ 2 ഹോളുണ്ട്. ആ ഹോളിനകത്തോട്ട് കൃത്യം കയറ്റി വെക്കുക. ഇതും അതുപോലെ തന്നെ കയറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ കയറ്റി വെച്ചു. ഓക്കെ, ഇവനെ നമുക്ക് നോക്കാം. ഒരുപോലെ മുറുക്കരുത്, അല്ല ഒരെണ്ണമായിട്ട് പെട്ടെന്ന് മുറുക്കരുത്. ടൈറ്റ് ചെയ്ത് ഈ 4 സ്ക്രൂ ടൈറ്റ് ചെയ്തേ മുറുക്കാവുള്ളൂ. ഒറ്റയടിക്ക് മുറുക്കരുത്. ഈ സൈഡിൽ എണ്ണം ഇട്ടു, അങ്ങേ സൈഡിൽ എന്താ ഫുള്ള് മുറുക്കരുത്. 4 സ്ക്രൂ ഇട്ടിട്ട് ഓരോന്ന് കുറച്ച് ടൈറ്റ് ചെയ്യാവുള്ളൂ. ഒരുപാട് ടൈറ്റൊന്നും വേണ്ട കേട്ടോ. ഈ സാധനം ഇളകാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു പ്ലേ ഉള്ളതാണ് കേട്ടോ ഇവിടെ ഈ ഇടുന്നതുകൊണ്ട്. അല്ലാതെ കണ്ടവാൻ ഇങ്ങനെ കുലുങ്ങി പറയാതിരുന്നാൽ മതി. ഓക്കെ, അത്രയും നമ്മൾ സെറ്റ് ചെയ്തു. ഇതിൻ്റെ പരിപാടി തീർന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇങ്ങനെ അങ്ങ് വെച്ച് കയറ്റിയങ്ങ് മുറുക്കുക. ഓക്കെ, മീഡിയം ബലം മതി കേട്ടോ. ഞാൻ ഒരു പോവുകയും ചെയ്യരുത്. ഇത് നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു മണ്ടത്തരം. എനിക്ക് പറ്റുന്നതാണ് കേട്ടോ. മണ്ടനായതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഉണ്ടോ, ഇത് നമ്മൾ ക്ലീൻ ചെയ്തില്ല. ഇതൊന്ന് ക്ലീൻ ചെയ്തേക്കാം. ഈ നൂല് കണ്ടോ, ഇതിനകത്ത് ഇടാതെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കയറ്റും. കയറ്റി കഴിഞ്ഞേച്ച് പിന്നെ അടയ്ക്കാൻ പറ്റിയില്ല. ഇതിനകത്തൂടെ കയറ്റിയിട്ട് വേണം ഇതിട്ട് അടയ്ക്കാൻ. കണ്ടോ, ഇതിൻ്റെ വെട്ടുപാട് കണ്ടോ അവിടെ കാണാമോ? ഇവിടെ ഒരു വെട്ടുപാട്, ആ വെട്ടുപാട് തന്നെ ഇവിടെ ഉണ്ട്. കണ്ടോ, ആ വെട്ടുപാട് അതിനകത്തോട്ട് കയറ്റുക. അതിനകത്തായി കയറ്റി വെച്ചിട്ട് നമുക്ക് ഓക്കെ. എന്നിട്ട് വലത്തോട്ടൊരു തിരി കയറും. എൻ്റെ പരിപാടി തീർന്നു കേട്ടോ. നമുക്കിത് കൃത്യമായിട്ട് വർക്കാകുന്നുണ്ടോ എന്ന് നോക്കണ്ടേ.
കമ്പ് പഴയ പോലെ അങ്ങ് കയറ്റാം. ഓ ഇങ്ങനെ കയറ്റുക, ഇതിനകത്ത് കൂടെ എടുക്കുക, വലിക്കുക, ലോക്കായി. ഓക്കെ, ഞാൻ കറക്കി നോക്കാം കയറുമോ ഇല്ലയോ. കാലത്തിന് കാര്യമൊക്കെ ഇതിൻ്റെ മന പോകും, അതുകൊണ്ടാണ് ഞാൻ പയ്യെ പിടിക്കുന്നത് കേട്ടോ. ഒരു സൗണ്ട് പോലും ഇല്ല, നല്ല സ്മൂത്തായിട്ട് കയറുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ റീല് നന്നാക്കുന്നതിൻ്റെ പരിപാടികൾ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുവാണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്കും ഇതഴിച്ച് ക്ലീൻ ചെയ്യാം. ചെറിയ കംപ്ലൈൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം കേട്ടോ. ഈ റീലിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നോട് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഏത് റീലാണെന്നും കാണിച്ച് റീലിൻ്റെ ഫോട്ടോ അങ്ങോട്ട് ഇട്ടാൽ മതി. ഞാൻ അതിന് വരാവുന്ന കംപ്ലൈൻറ്റുകൾ, നിസ്സാരമായിട്ടുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഞാൻ പറയാം, അല്ലാതെ വലിയ ഭയങ്കരമായിട്ടുള്ളതൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ, അത്യാവശ്യം തൂക്കാനുള്ള റീലോ, ഇതിൻ്റെ ഈ റീലോ അല്ലെങ്കിൽ ഇതൊക്കെ ആണേലും അങ്ങനെ പറഞ്ഞു തരാം. അപ്പോൾ ഓക്കെ, എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ 2 റീലാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ റീലാണ്. നല്ല കംഫർട്ടബിളായി സാധനം. ഇത് വില കൂടിയ റീലാന്ന് പറഞ്ഞാൽ ഞാനിത് മേടിച്ചിട്ടിപ്പോൾ ഒരു 3 വർഷമെങ്കിലും ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു മാസം തികച്ച് ഉപയോഗിച്ചിട്ടില്ല ഇത്. ആദ്യം മേടിച്ച റീലാണ്, അതുകൊണ്ട് ഇവനെ ഞാൻ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അവിടെ ഇരിക്കട്ടെ. ഇതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഫിഷിങ്ങിന് പോകുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട റീൽ ഇതാണ്. അപ്പം ഒരിക്കൽ കൂടി പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കണം, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തിയേക്കണം, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പം ബായ്. പുതിയൊരു വീഡിയോ ആയിട്ട്, ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ.